നെവിനെ എല്ലാവരും കൂടെ തേജോധം ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളുമല്ല. എന്തായാലും ലൈവ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയാം പ്രകോപനം ഷാനവാസിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ഷാനവാസിന് സ്ഥിരമുള്ള പരിപാടിയാണ്. ഒരുപക്ഷെ ഇപ്പൊ അദ്ദേഹം പോയത് പല വട്ടം ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട് അവിടെ. ഷാനവാസ് അഭിനയിച്ച് തന്നെയാണ് അഗ്ലി ഗെയിം കളിച്ച് തന്നെയാണ് ഓരോ പ്രാവശ്യം കയറിയിരിക്കുന്നത്. തുടക്കം ഞാൻ ഇന്നും പറയുന്നു, പുകഞ്ഞ കൊള്ളി പുറത്തെ എന്ന ടാസ്കിൽ ജിസയിലെ ചങ്ക് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് ലാലേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രേക്ഷകരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ജിസയിലെ ചങ്ക് പൊട്ടിയത്? ജിസയിലും ഷൈറ്റയും അവിടെ വിൻസിയും ഉറക്ക വിളിച്ചിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാം? ഇദ്ദേഹത്തിന്റെ രോഗം അറിയാവുന്നതുകൊണ്ട്. ഇദ്ദേഹം 10ഓളം ഗുളികൾ കഴിക്കുന്ന ആളായതുകൊണ്ടാണ് അവരെന്ന് ഉറക്ക വിളിച്ചിരുന്നത്. കാരണം ഷാനവാസ് അവർക്ക് വാക്ക് കൊടുത്തിരുന്നു, നമുക്ക് 4 പേർക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന്. പക്ഷേ ഷാനവാസ് അത് പാലിച്ചില്ല. ഷാനവാസ് അവിടെ ഉറക്കം നടിച്ചു കിടന്നു. ആ 3 പേരുടെ ഉറക്കം പോയി. അതുകൊണ്ടാണ് നെവിൻ അങ്ങനെ പറഞ്ഞത് അയാൾ അഭിനയിക്കുമായിരിക്കും. നമ്മളെ കുറ്റപ്പറയാൻ, കാരണം അയാൾ അവിടെ ഒരുപാട് അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള എടാ മോഹൻലാലെ, അന്തസ്സുണ്ടെങ്കിൽ ഇതിനകത്ത് നീ പോയി ഒരു വർത്തമാൻ നീ ഈ ആഴ്ച വേദലക്ഷ്മി ഈ പറയുന്ന ഷാനവാസിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ ഷഫീന ബീബിയുടെ ഒറ്റ വീഡിയോ കൊണ്ട് അനുമൂക്ക് നെഗറ്റീവ് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഷാനവാസിനെ നെവിനെയും കൂടെ ഒരുമിച്ചിരുത്തി സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണോ? ബിഗ് ബോസ് നമ്മുടെ ഷാനവാസ് സംബന്ധമായിട്ടുള്ള കാര്യം, പിന്നെ അനുമോൾ ഫാൻസുകാരോടും ഒരു കാര്യം പറയാനുണ്ട്. അത് ആദ്യം തന്നെ അത് സംസാരിക്കാം, എന്നിട്ട് നമുക്ക് ഷാനവാസിന്റെ കാര്യത്തിലോട്ട് വരാം. നമ്മുടെ സരിക ചേച്ചി ഉണ്ടല്ലോ, ഷാനവാസിനെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ വീട്ടിലോട്ട് വരുന്നതിന് മുമ്പ് അനുമോൾ ഫാൻസുകാർ ഈ ഒരു വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അനുമോൾക്ക് നല്ല 18 പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അടിപൊളി. ഓ ഒരു കാര്യം ഞാൻ പറയാം, ഇവർ ഈ പറയുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. ആദില നൂറ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് അനുമോൾ ഫാൻസുകാരുടെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ആദില നൂറ കൂടുതൽ അടുക്കുന്ന ഷാനവാസിനെയാണ്. ഈ അടുത്ത സമയത്ത് അറിയാലോ, ഷാനവാസ് ഈ പെങ്ങളോട്ടിക്കാടും ഈ പറയുന്ന ഒരു ടാസ്ക് കൊളാക്കിയപ്പോൾ ഷാനവാസിന്റെ മകളെ വരെ ചേർത്ത് ഈ സ്ത്രീ പറഞ്ഞതാണ്. എന്നിട്ടും കൂടെ എന്ന് അനുമോളൊന്നും പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ബിബിയിൽ ഇപ്പൊ കൂടുതലും സപ്പോർട്ടും കാര്യങ്ങളും അനുമോളുടെ ഫാൻസുകാർക്ക്. സീരിയസ്ലി പറഞ്ഞാലാ ഓക്കെ, അവരുടെ മൂടും താങ്ങി. ഞാൻ അങ്ങനെ പറയാൻ ഒന്നും വിചാരിക്കരുത്, സോറി, എന്റെ വായ നിങ്ങൾ വീണു പോയതാ. ഫാൻസാണ്. ഈ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ കുറച്ച് ഇത് കിട്ടും, സപ്പോർട്ട് കിട്ടും. അമ്മച്ചിക്ക് നെഗറ്റീവ് കേൾക്കുന്ന ഇപ്പൊ ഭയങ്കര ഇതാണ്, ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, ഭയങ്കര ഒരു പഴഞ്ച പരിപാടി എന്ന് പറയാം. ആദില നൂറയെടുത്ത് ഈ പറയുന്ന ഷാനവാസ് നിന്നാൽ അത് വലിയ അപരാധം. ഈ പറയുന്ന ഷാനവാസിന്റെ മോളെ വരെ പറഞ്ഞു, വൈഫിനെ പറഞ്ഞു, നിന്റെ മോളെ ഇതുപോലെ കൂട്ടിക്കൊടുക്കുമെന്ന് വരെ ചോദിച്ചു. എന്തുകൊണ്ട് ഈ അനുമോളെ പറയുന്നില്ല, കെട്ടിപ്പിടിക്കുന്ന ഉമ്മ കൊടുക്കും? എന്തുകൊണ്ട്? സപ്പോർട്ടുണ്ട്. അനുമോൾ ഫാൻസ് കയറി അങ്ങ് ഒടുക്കുമെന്നറിയാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അനുമോളെ ഇപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമായിരിക്കും. സീരിയസ്ലി ഞാൻ പറഞ്ഞ ഒരുപാട് സപ്പോർട്ട് ചെയ്യും ചിലപ്പോൾ ഇവര്. എന്ന് വെച്ചിട്ട് ദയവ് ചെയ്തിട്ട് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കരുത്. അവരുടെ വ്യൂവിനും അതിനു വേണ്ടിയൊക്കെ മാത്രം കാണിച്ചു കൂട്ടുന്ന ഒരു പരിപാടിയാണ്. കാരണം ഒരു നിലപാടില്ല. ആൾക്കാർ എവിടെ കൂടുതൽ കാണുമോ അവരെ ഏറ്റുപിടിച്ച് സംസാരിക്കുന്നതോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഉള്ള കാര്യം തുറന്നു പറയാലോ, ഇവർ ആ ഒരു സ്ത്രീയാണ്. ഇപ്പൊ മോഹൻലാലിനെ പറയാൻ ഇവിടെ ഒരുത്തർക്കും യോഗ്യതയില്ല, ഒരു മനുഷ്യരും. അദ്ദേഹം സാറ്റർഡേ സൺഡേ വരും, അദ്ദേഹത്തിന് കൊടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ട് അത് പോവുകയും ചെയ്യും. അതങ്ങനെയാണ് സത്യത്തില. വെറുതെ ആ ലാലേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അനുമോൾക്ക് തന്നെ ആയിരിക്കും അതൊരു ഇതായിട്ട് വരുന്നത്. ഇത്രയും മോഹൻലാലിനെ പറയുമ്പോൾ ഈ മോഹൻലാൽ ഫാൻസുകാർ ചില്ലറക്കാരല്ല. അവരുടെ കൂട്ടത്തിലും അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മുടെയൊക്കെ ഒരു ഗ്രൂപ്പുണ്ട് മോഹൻലാലിന്റെ, വർഷങ്ങളോട്ടുള്ള ഗ്രൂപ്പാണ്. അതിനകത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ അവരുടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 വോട്ടെങ്കിൽ 10 വോട്ട്, ആ 10 പേരെയും കാണും 5-6 വോട്ടും ഒക്കെ. ഒരു 10-100 വോട്ടൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ആയി, 100 വോട്ട് അല്ല, ഇങ്ങനെ ഓരോ വ്യക്തികൾ ഇങ്ങനെ വോട്ട് മറിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും? അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യരുത്. എനിക്ക് അത്രേ നിങ്ങളോട് പറയാനുള്ളൂ. ഇനി എനിക്ക് അടുത്ത വെക്കാനുള്ള നമ്മുടെ സരിക ചേച്ചിയെ കുറിച്ചാണ്. അതൊന്ന് വെച്ച് തരാം. അയ്യോ, അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ വേദലക്ഷ്മി, പുരുഷന്മാരിൽ ഷാനവാസും സ്ത്രീകളിൽ അനുമോളുമാണ് ബിഗ് ബോസിലെ ഏറ്റവും വലിയ ഫേക്ക് ഈ ഒരുത്തിയാണ്, ഈ കളി. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം അതിനകത്ത് ഇല്ല ലാലേട്ടാന്ന് പറഞ്ഞു, അത് ആദില നൂറെ അടുത്ത് അത് മാറ്റി പറഞ്ഞു. ഒരു നിലപാടില്ലാത്തവള് 5-6 വെട്ട് അവൾ മാറ്റി പറഞ്ഞു. പുറത്ത് അവൾ ഇല്ല എന്ന് പറഞ്ഞ കാര്യം കൊണ്ട് അവൾ നിന്നത്. അതുകൊണ്ട് ഇപ്പം പുറത്തിറങ്ങിയപ്പോൾ അവൾ ആനിമലെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ വിവരം കേട്ട ഒരു സ്ത്രീ ഇവളാണ് ഈ പറയുന്ന ഷാനവാസിനെ കുറ്റം പറയാൻ നിൽക്കുന്നത്. ഇതുപോലുള്ള വേദലക്ഷ്മി ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. കാരണം നിലപാടില്ല അവർക്ക് ഒരു നിലപാടുമില്ല. ഇവരൊക്കെയാണോ തീയും ഫയറും എന്നൊക്കെ പറയുന്ന കുറെ മണ്ടൻ ആൾക്കാരുണ്ട്. ഓക്കെ, നെവിനെ ഇങ്ങനെ നിങ്ങൾ ചെളിവാരി എറിയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അവിടെ നന്നായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് നെവിൻ. ഞാൻ ഇപ്പോഴും എപ്പോഴും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവൻ അങ്ങനെ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ കാരണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ഓഹോ, എന്ത് കാരണം ഉണ്ടായത്? ചേച്ചി, ഈ പറയുന്നത് നിങ്ങൾ BP വിട്ട് പോയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം വന്നൊരു വ്യക്തിയാണ്. പുറത്ത് നിങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, നല്ല സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ
പീരീഡ്സ് ആയിട്ട് ഇരിക്കുന്ന ചേച്ചിയുടെ അടുത്ത് ഞാൻ വന്നിട്ട് ഈ ചൂടുവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ഒരു കമ്പെടുത്തിട്ട് ഇക്ലേക്ക് ഇടുക, അല്ലെങ്കിൽ പി ഊരി കാണിക്കുക, നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുക, പിടിച്ച് തെള്ളുക, പണിയെടുപ്പിക്കുക, ഇതൊക്കെ ചെയ്യിപ്പിച്ച ചേച്ചിക്ക് എന്ത് ചെയ്യും? ഓ ഡാനി മോനല്ലേ, നമ്മൾ ഡാനി ചക്കരക്കൊട്ടനല്ലേ, ചെയ്യുമോ? ആ ഒരു സമയത്തെ വേദനയും കാര്യങ്ങളും ഒരു പെണ്ണായിട്ടുള്ള നിങ്ങൾക്ക് അറിയത്തില്ലേ? അത് ഞാൻ പറഞ്ഞു തരണോ? ഒരാണായിട്ടുള്ള ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ അതിൽ കൂടുതൽ ഒരു നാണക്കേട് ഒരു പെണ്ണായ നിങ്ങൾക്ക് ഇല്ല ചേച്ചി. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? ബാക്കി കൂടെ വെക്കാം. നെവിനെ എല്ലാരും കൂടെ തേജോധം ചെയ്യുന്നുണ്ട്. ഞാൻ നെവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടൊന്നുമല്ല, ഞാൻ ന്യായമായ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഷാനവാസ്, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും, പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളുമല്ല. എന്തായാലും ലൈവ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയാം, പ്രകോപനം ഷാനവാസിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ഷാനവാസിന് സ്ഥിരമുള്ള പരിപാടിയാണ്. ഒരുപക്ഷെ ഇപ്പൊ അദ്ദേഹം പോയത് ശരിക്കും അദ്ദേഹത്തിന് വയ്യാഴിക കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ടാവുക. പക്ഷെ ഇതിനു മുമ്പ് പല വട്ടം ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട് അവിടെ. ഷാനവാസ് അഭിനയിച്ച് തന്നെയാണ്, അഗ്ലി ഗെയിം കളിച്ച് തന്നെയാണ് ഓരോ പ്രാവശ്യവും കയറിയിരിക്കുന്നത്. തുടക്കം ഞാൻ ഇന്നും പറയുന്നു, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന ടാസ്കില് ജിസയിലെ ചങ്ക് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് ലാലേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രേക്ഷകരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ജിസയിലെ ചങ്ക് പൊട്ടിയത്? ജിസയിലും ഷൈറ്റയും അവിടെ ബിൻസിയും ഉറക്കം ഉളച്ചിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാവോ? ഇദ്ദേഹത്തിന് രോഗം അറിയാവുന്നതുകൊണ്ട്. ഇദ്ദേഹം 10ഓളം ഗുളികൾ കഴിക്കുന്ന ആളായതുകൊണ്ടാണ് അവരെന്ന് ഉറക്കം ഉളച്ചിരുന്നത്. കാരണം ഷാനവാസ് അവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു, നമുക്ക് 4 പേർക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന്. പക്ഷേ ഷാനവാസ് അത് പാലിച്ചില്ല. ഷാനവാസ് അവിടെ ഉറക്കം നടിച്ചു കിടന്നു. ആ 3 പേരുടെ ഉറക്കം പോയി. അമ്മയ്ക്ക് പേറ്റ് നോവ്. അപ്പോഴാണ് ചേച്ചിയുടെ IPL. ഒരുത്തൻ ചാവാൻ കിടക്കുമ്പോഴാണ് പഴയ കാര്യങ്ങളും കുത്തിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്നത്. അവിടുത്തെ ഡോക്ടർമാർ നിസ്സാര കാര്യങ്ങളൊന്നും അല്ല അവിടെ ഇരിക്കുന്നത്. അവന്മാർ നോക്കിയപ്പം അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംസാരിക്കുകയും ചെയ്തത്. ഇപ്പൊ പുള്ളി അകത്ത് കയറിയിട്ടുണ്ട്, അത് വേറെ കാര്യങ്ങൾ. പുള്ളി ഇപ്പോൾ ഓക്കെയാണ്, ഫിറ്റാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ എൻ്റെ പൊന്നി ചേച്ചി ഇതുപോലെ വന്നിട്ട് ഈ സമയത്ത് പറയാന്ന് പറയത്തില്ലേ, അതൊട്ടും ചേർന്നൊരു കാര്യമല്ല. നിങ്ങളെപ്പോലെ ഒരു സ്ത്രീകൾക്ക് നെവിനെ പോലെ ഒരു ഡാഷ് മോനെ ഒന്ന് ആലോചിച്ച് നോക്ക് ചേച്ചി. അന്നം കൊടുക്കണം ഒരാളെ. ഞാനിപ്പം ഒരു കിച്ചൺ ക്യാപ്റ്റൻ ആണെങ്കിൽ എന്ത് വില കൊടുത്താണെങ്കിലും അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ആഹാരം കൊടുക്കണം. ഇത് 2 നേരം മാത്രം, അതും ഷുഗർ പേഷ്യൻറ്റ് പല ആൾക്കാരും ഉണ്ട്. ചേച്ചി ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അപ്പുറം കാട്ടിക്കൂട്ടിയാണ്. അത് വേറെ കാര്യങ്ങൾ. അത് ഒരു ഭാവയ്ക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ഷാനവാസ് പറഞ്ഞത് പറ്റില്ല, ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാലും ചേച്ചിയുടെ ബാക്കി കൂടെ കേൾക്കാം. ത്രാണി പോയി കിട്ടി. ഇതാണ് ഷാനവാസ് അവിടെ ആദ്യം ചെയ്തത്, സെക്കൻഡ് ഗെയിമിൽ ചെയ്തത്. പുലി വരുന്നേ പറഞ്ഞ് അവസാനം പുലി പിടിച്ച് കടിച്ച അവസ്ഥയില്ലേ, അതാണ് ഇപ്പൊ ഷാനവാസിന് പറ്റിയത്. അതുകൊണ്ടാണ് നെവിൻ അങ്ങനെ പറഞ്ഞത് അയാൾ അഭിനയിക്കുമായിരിക്കും എന്ന്. അവനെ കുറ്റി പറയാൻ പറ്റില്ല, കാരണം അയാൾ അവിടെ ഒരുപാട് അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള മനുഷ്യനെ. എനിക്ക് ഷാനവാസിനോട് പേഴ്സണൽ ദേഷ്യമൊന്നുമില്ല. ഞാൻ ഷാനു എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ വളരെ അഗ്ലി ഗെയിം കളിക്കുന്നവരാണ്. ആയിക്കോട്ടെ, അയാൾ ഗെയിം കളിക്കാൻ വന്നാൽ പിന്നെ ഗെയിം കളിക്കണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത്? ഇതിപ്പോൾ വയ്യാത്ത ഒരുത്തരെ പിടിച്ചിട്ട് ഇമാതിരി തോന്നിവാസം പറയുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ചേച്ചി. നിങ്ങളിപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ നേരത്തെ പോയി നന്നായി. നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് PR-ന്റെ അതിൻ്റെ ഇതൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ. ഓക്കെ, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും, നിങ്ങൾ ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നോട് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തൊരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ചേച്ചിയിൽ നിന്ന് ഞാൻ ഇങ്ങനൊരു സംസാരം ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് റീച്ചിന് വേണ്ടിയാണോ? ഞാൻ അറിയാൻ പറ്റുന്നുണ്ട് ചേച്ചിക്ക് റീച്ചിന് വേണ്ടിയാണോ ഈ തോന്നിവാസം എന്ന് പറയുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്തായാലും കുറച്ചും കൂടെ മാന്യത കീപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി മുന്നോട്ട് പോകുന്ന ലൈഫില്ല, അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കി കൂടെ ഇരുന്ന് മോശമായിട്ട് ബിഗ് ബോസ് സീസൺ 7 പ്രേക്ഷകർ കണ്ടെത്തി വെച്ചിരിക്കുന്നത് എന്താണ്? അനുമോളും ആദിലെ അവിടെ കാണിക്കുന്നത്. ആദിൽ അവിടെ ആദിൽ എന്തെല്ലാം സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോഴും സ്റ്റിൽ പാല് മോഷ്ടിച്ചു കുടിക്കുന്നു. നൂറ, ആദില, അനു അവിടെ മോഷ്ടിക്കുന്നുണ്ട്. അനു നല്ല മോശക്കാരാണ്. വൈരാഗ്യത്തിന്റെ പേരിൽ ജിസേലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഡിക്റ്റേറ്റീവ് കളിച്ച് ജിസേലിന്റെ സകല സാധനങ്ങളും അടിച്ചു മാറ്റി ബിഗ് ബോസിന് മുമ്പിൽ എത്തിക്കാൻ രാത്രികളോളം ഉറക്കം ഉളച്ച് നടന്ന വ്യക്തിയാണ് ഈ അനുമോൾ എന്ന് പറയുന്നത്. അവൾ ആരാണ്? ഡിക്റ്റേറ്റീവോ? CID മൂസയോ? ഇവള് അവിടെ പിടിക്കാൻ ബിഗ് ബോസ് 71 ക്യാമറ വെച്ചിട്ടുണ്ടെന്നേ. ഇവളെ പകരം 75-ാമത്തെ 73-ാമത്തെ ക്യാമറ ആക്കി അവരോധിച്ചിട്ടില്ല ബിഗ് ബോസ്. എനിക്ക് ആരോടും പേഴ്സണൽ ദേഷ്യമില്ല. ഞാൻ പുറത്തായ ഒരു കണ്ടസ്റ്റന്റ് ആണ്, പക്ഷെ കണ്ടസ്റ്റന്റ് ആണ്. അവിടെ നടന്ന പല കളികളും കണ്ടസ്റ്റന്റ്സിന്റെ പല കളികളും അറിയാവുന്നത് കൊണ്ട് തന്നെ പറയുകയാണ്. ഇങ്ങനെ നിങ്ങൾ ചെളിവാരി എറിയുന്നതിൽ ഒരർത്ഥവും ഇല്ല. അവിടെ നന്നായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് നെവിൻ. ഞാൻ ഇപ്പോഴും എപ്പോഴും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവൻ അങ്ങനെ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ കാരണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. അനുമോളും ആദിലയും നൂറയൊന്നും അത്ര നല്ലവരൊന്നും അല്ല. അവരെ അങ്ങനെ പ്രകീർത്തിക്കാൻ അത്ര നന്മപരങ്ങളൊന്നും അല്ല അവരാരും. ഏറ്റവും ഡേർട്ടി ഗെയിം കളിക്കുന്ന ഗെയിമാണ് പാട്ട ഗേൾസ് എന്നറിയപ്പെടുന്ന വെറും പാട്ടകളായിട്ടുള്ള അനുമോളും ആദിലയും നൂറയും, കൂട്ടത്തിൽ ഷാനവാസും. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടട്ടെ. നമ്മളൊക്കെ ഹ്യൂമൻസ് ആണല്ലോ. അദ്ദേഹത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ വീണ്ടും അഗ്ലി ഗെയിം കളിക്കാനായി അദ്ദേഹം ഗെയിമിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആയിക്കോട്ടെ, എല്ലാം ഇരുന്ന് ശ്രദ്ധിച്ചിട്ട് അവസാനം വന്നിട്ട് ഒരു മാപ്പ് പറിച്ചിട്ട് ആശംസകൾ നേരുന്നത് നാണമില്ലാത്ത സ്ത്രീ അല്ല എന്ന് പറയുന്നത്. പിന്നെ ആദില, നൂറ ഈ പറയുന്ന അനുമോളിലേക്ക് ഞാൻ ഒരുപാട് വിമർശിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയും, ആദില നൂറയുടെ സ്റ്റോറി ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഈ പുറത്തു വന്ന സ്റ്റോറികളൊന്നും അല്ല കാര്യങ്ങൾ. BBയിലെ 2 സ്റ്റോറികൾ അവർ പറയാൻ ഇപ്പോഴും വിട്ടുപോയിട്ടുണ്ട്. അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു.
ഓക്കെ. പിന്നെ ഈ ഷാനവാസിന്റെ വിഷയം വന്നപ്പോൾ ഞാൻ ആദ്യം മുതൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പുള്ളി പണ്ടോട്ടെ ഇഷ്ടമാണ്, സീരിയസ്ലി പറഞ്ഞുതരാം. എനിക്ക് എന്റെ കണ്ണിൽ കാണുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് എന്റെ വീഡിയോ കൂടെ വിളിച്ച് പറയാൻ പറ്റും. അത് ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇവിടെ പറയാൻ വന്ന പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ പോലുള്ളവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഈ പറയുന്ന സാരികയാണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും ഒരു നിലപാടില്ലാത്ത സ്ത്രീകളാണ്, ഉള്ള കാര്യം പറയില്ല. പിന്നെ ഷഫീന ബീബി വന്നിട്ട് ഈ പറയുന്ന അനുമോൾ ഫാൻസുകാർക്ക് അതൊരു വലിയൊരു ദോഷമാവാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, എന്തായാലും ഞാൻ എന്റെ ഇത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.